ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലെഗ് വർക്കൗട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ ആയിട്ടിരുന്നതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സഹായിക്കുക. വളർന്നു വരുന്ന ഒരു യൂട്യൂബറാണ്. പറയാമല്ല, ലെഗ് വർക്കൗട്ടാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഏറ്റവും ഒരു ബെസ്റ്റ് വേർഷൻ എത്തിക്കുക എന്നാണ്. നമുക്ക് 2028 നമുക്ക് എത്താൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. മാക്സിമം നാച്ചുറലായിട്ട് തന്നെ എങ്ങനെയൊക്കെ മാറാൻ പറ്റും, പല രീതിയിലുള്ള എക്സ്പെരിമെന്റും ഫുഡും ഡയറ്റും അങ്ങനെയൊക്കെ നോക്കാം. നമുക്ക് പറ്റും, നമുക്ക് പറ്റും. നമുക്കൊന്നും പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ അപ്പോൾ നമുക്ക് വാമപ്പ് ചെയ്തിട്ട് തുടങ്ങാം. വാമപ്പും സ്ട്രെച്ചിങ് ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ട് ഓരോ എക്സസൈസും ചെയ്യാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാൻഡിങ് ലഞ്ചസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് പ്രോപ്പറായിട്ട് ഇനിയുള്ള ആഴ്ചകളിൽ നമുക്ക് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് പോകാം. ലെഗിന് ഒത്തിരിയായ ലെഗിന് ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് ഇന്നോട്ട് എല്ലാം പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നോട്ടല്ല, കഴിഞ്ഞ വീഡിയോയിൽ തൊട്ട് നമ്മൾ പ്രോപ്പറായിരുന്നു. അപ്പോൾ ഈ ആഴ്ച ഇതിപ്പോൾ തിങ്കളാഴ്ച ഫസ്റ്റ് വർക്കൗട്ടാണ് നമ്മൾ ലെഗിൽ നിന്ന് തുടങ്ങാമെന്ന് ഓർത്ത്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഇനി നമ്മുടെ രണ്ടാമത്തെ സെറ്റിലേക്ക് കിടക്കുവാണ്. അല്ല, രണ്ടാമത്തെ സെറ്റല്ല, മൂന്നാമത്തെ സെറ്റിലേക്ക് കിടക്കുവാണ്. ലെറ്റ്സ് ഗോ. ഗൈസ്, തല കറങ്ങിപ്പോയി. കൊള്ളാം, നന്നായിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് ലെഗ് പ്രസ്സാണ്. ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യാനാണ് പോയത്, പക്ഷേ മെഷീനൊന്നും അവൈലബിൾ അല്ല. നല്ല തിരക്കാണ്, തിങ്കളാഴ്ചയാണ്. നേരത്തെ വന്നാലും തിരക്കാണ്, വൈകി വന്നാലാണ് നമുക്ക് നമ്മുടെ പണി നടക്കുകയുള്ളൂ. പക്ഷേ വൈകി വന്നാൽ നാളെ രാവിലെ ഷിഫ്റ്റ് ഉള്ള മോർണിംഗ് വർക്കുണ്ട്, അപ്പോൾ അത് നടക്കില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ വന്നു. പക്ഷേ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മളത് മാറ്റി ഇപ്പോൾ ലെഗ് പ്രസ്സിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് തുടങ്ങാം. ഫസ്റ്റ് സെറ്റ് 80 kg ലോഡ് ചെയ്ത് നമുക്ക് അടിക്കാം. ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞു. കുറച്ചുകൂടെ വെയിറ്റ് ലോഡ് ചെയ്യാം. കാലൊക്കെ ഭയങ്കര ടൈറ്റായി. ഒരു 15 കിലോയും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടോട്ടല് 110 കിലോ.
160 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് സെറ്റ് തുടങ്ങാം. എപ്പോൾ ബ്രീത്ത് പ്രോപ്പർ ആവണോ അപ്പോൾ തൊട്ട് നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്യണം. ടൈമൊന്നുമില്ല, ബ്രീത്ത് അപ്പോൾ സെറ്റ് ആവുന്നോ അതനുസരിച്ച് നമ്മൾ ഇത് ചെയ്യും. നമ്മളിനി അടുത്ത എക്സസൈസ് ചെയ്യാൻ പോകുന്നത് ലെഗ് എക്സ്റ്റൻഷനാണ്. മറന്നു പോണു പേരൊക്കെ. ലെഗ് എക്സ്റ്റൻഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു 3 സെറ്റ് നമുക്ക് വെയിറ്റ് കുറച്ചിട്ടായി. ഇപ്പോൾ ഓൾറെഡി അത്രയും വർക്കൗട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡിങ് ലഞ്ചസും ചെയ്തു, പിന്നെ ലെഗ് പ്രസ്സും ചെയ്തു. ഇപ്പോൾ ഓൾറെഡി നല്ല ടൈറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് വെയിറ്റ് കുറച്ചിട്ട് എക്സ്റ്റൻഷൻ ചെയ്യാം. എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 വർക്കൗട്ട് കൂടെ ഉണ്ട്. ഒന്ന് സ്റ്റാൻഡിങ് കാഫ് റൈസും പിന്നെ ഹാംസ്ട്രിങ്സും. അതോടെ കഴിഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ലെഗ് എക്സ്റ്റൻഷൻ കൊടുക്കാം. വെയിറ്റ് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. കിളിയെല്ലാം എങ്കയോ പോച്ച്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാംസ്ട്രിങ് ആണ്, സീറ്റഡ് ഹാംസ്ട്രിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് കാഫ്സ് കൂടെ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ലൊരു വർക്കൗട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതോടെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹാംസ്ട്രിങ് ആണ്, സീറ്റഡ് ഹാംസ്ട്രിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതോടെ കഴിഞ്ഞാൽ നമുക്ക് കാഫ്സ് കൂടെ ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. കാരണം അത്യാവശ്യം നല്ലൊരു വർക്കൗട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ഇതോടെ ചെയ്യാം. കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പൊളിഞ്ഞ് ഓക്കെ, അത് കൊള്ളാം, അടിപൊളി സാധനമായിരുന്നു. നമ്മുടെ ലെഗ് വർക്കൗട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കാലിന് ഭയങ്കര നീളമായതുകൊണ്ട് തന്നെ നല്ല നീട്ടമുള്ള രീതിയിലായിരിക്കും തന്നെ. അതുകൊണ്ട് നമ്മുടെ കാല് വർക്കൗട്ട് കഴിഞ്ഞു. നല്ല ടയർഡായി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഒരു പോസ്റ്റ് വർക്കൗട്ട് മീലും കഴിച്ച് നമ്മുടെ ഡേ ഫിനിഷ് ചെയ്യണം. നാളെ രാവിലെ ഷിഫ്റ്റ് ഉണ്ട്. നല്ല രീതിയിൽ ടയർഡായിട്ടുണ്ട്. ഇങ്ങനെ ഒരു വഴിപോക്കനാണ്.